ഹലോ. രാവിലെ ഹസ്ബൻഡും കുഞ്ഞും പോയതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സോളോ ഷോപ്പിങ്ങിന് പോവുകയാണ് ഞാൻ. കുറേ ദിവസമായി ഒന്ന് നടക്കാൻ പോയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നടന്ന് തന്നെ ഷോപ്പിലേക്ക് പോകാമെന്ന്. ഏകദേശം 2 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സോളോ ഷോപ്പിങ്ങുകൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു റിലാക്സേഷൻ കൂടിയാണ് എന്ന് എന്നെ തന്നെ ഞാൻ ബോധിപ്പിച്ചുകൊണ്ട് ഷോപ്പിലേക്ക് നടന്നു. എനിക്ക് ഒരു മെഡിസിൻ വാങ്ങണമായിരുന്നു. പിന്നെ അത്യാവശ്യം 1-2 സാധനങ്ങൾ വീട്ടിലേക്കും വാങ്ങണം. സോ ആദ്യം തന്നെ ഫാർമസിയിൽ നിന്നും മെഡിസിൻ വാങ്ങിയിട്ട് പിന്നീട് എനിക്ക് ആവശ്യമുള്ള വീട്ടു സാധനങ്ങളും കൂടെ വാങ്ങി നേരത്തെ തന്നെ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. അതിനായിട്ട് ആദ്യം ഫാർമസിയിലേക്ക് തന്നെ നടന്നു. ശേഷം മരുന്ന് വാങ്ങിയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് നടന്നു. സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്നാൽ ഒരു സാധനത്തിൽ നമ്മൾ നിൽക്കില്ല. അതായത് ഒരു സാധനം മാത്രം മതി എന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അതൊന്നിൽ മാത്രം നിൽക്കില്ല. ഒരു ഷുഗർ മാത്രം വാങ്ങിയാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ അവസാനം ഡിഷ് വാഷ് ബാറും വാങ്ങി. ചില്ലുകൂട്ടിലിരിക്കുന്ന പലരെയും കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയെങ്കിലും എൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്പച്ചീനോ ഓർഡർ ചെയ്തു. എൻ്റെ ക്യാപ്പച്ചീനോ ആണ് കേട്ടോ നോക്കി ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഐറ്റംസ്, സാൻഡ്വിച്ചുകൾ, ഫ്രൈഡ് റൈസ്, പിന്നെ എന്തൊക്കെയോ ബർഗറുകൾ, ഒരുപാട് ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നെങ്കിലും ഒരു ക്യാപ്പച്ചീനോ മാത്രം മതി എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ച് നേരെ ടേബിളിലേക്ക് നടന്നു. എൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ക്യാപ്പച്ചീനോ ഓർഡർ ചെയ്തത്. സമാധാനത്തോടെ അത് കലക്കി കുടിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഒരു ഫോൺ കോൾ. ഒരു ചിക്കനും കൂടി വാങ്ങിച്ചേക്കണേ എന്ന്. ശരി, ഓർഡർ ഇട്ടതല്ലേ എന്ന് കരുതി ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി ചെന്നു. ശേഷം നന്നായി വൃത്തിയാക്കണമെന്ന് അവരോട് പ്രത്യേകം പറഞ്ഞു. എൻ്റെ ചിക്കനാണ് കേട്ടോ ആ ടേബിൾ ടോപ്പിൽ കിടക്കുന്നത്. അവസാനം ചിക്കനും വാങ്ങിച്ച് വീട്ടിലേക്ക്